ഇന്ന് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് മോൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവനൊരു ഓഡീഷന് വേണ്ടിയിട്ടൊക്കെ പോകുന്നത്. ഫാഷൻ ഷോയുടെ ഓഡീഷനാണെന്ന് നടക്കുന്നത്. ടൊറൻഡോ കിഡ്സ് ഫാഷൻ വീക്കിൻ്റെ ഒരു ഓഡീഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളത് നേരത്തെ തന്നെ സെലക്ട് ആയായിരുന്നു, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത്. കുറേ പരിപാടികൾ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നാണ് അതിൻ്റെ ആ ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. ഇന്ന് അറിയാം മോനെ നെക്സ്റ്റ് റൗണ്ടിലോട്ട് സെലക്ഷൻ കിട്ടിയോ. അപ്പോൾ വന്നു, രാവിലെ വന്ന് അവർ പറഞ്ഞായിരുന്നു എല്ലാ കുട്ടികളോടും ഡ്രസ്സ് ബ്ലാക്ക് ആയിരിക്കണം, പിന്നെ വൈറ്റ് ഷൂ ആയിരിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഡ്രസ് കോഡ്. വന്നു കഴിഞ്ഞപ്പോൾ അവർ എല്ലാവർക്കും ഓരോ ചെസ് നമ്പർ പോലെ ഇങ്ങനെ ഓരോരുത്തരെയും നമ്പേഴ്സ് അവരുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അത് ഹൈഡ് ആവാത്ത രീതിയിൽ അവർക്ക് കാണാൻ പറ്റുന്ന പോലെ വേണമെന്ന് പറഞ്ഞിട്ട് അത് അവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിന് ഞാൻ ഓർക്കുന്നില്ല എത്ര രൂപയാണ് ഞാൻ പേ ചെയ്തതെന്ന്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ പേ ചെയ്തിട്ടില്ല. കാരണം ഇത് നമുക്ക് ഈ റൗണ്ടിൽ നിന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പോകുന്നതിനൊക്കെയാണ് എന്തൊക്കെയോ കുറച്ച് പേയ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ കുട്ടികളെയൊക്കെ അവർ റെഡിയാക്കി ഓരോ ബാച്ചായിട്ട് വിടുമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഏരിയയാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് പേരൻസ് വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. മോന് വന്നു. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇമെയിലിനായിട്ട് സെലക്ട് ആയോ ഇല്ലയോ എന്ന് അറിയണം. ഇവിടെ വെച്ച് പറയത്തില്ല. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മളെങ്കിൽ പിന്നെ ബർണബിയിലൊന്ന് പോയിട്ട് കുറച്ച് അമ്മ ഇവിടെ എല്ലാ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇവിടെ വരെ വന്നേയില്ല. ഇപ്പോൾ നമുക്ക് ബർണബിയിലൊന്ന് പോയിട്ട് ഇവിടെ ഒരു റെയിൽവേയുടെ ഒരു എന്താ പറയുന്നത്, കുട്ടി ഇങ്ങനെ സെൻട്രൽ റെയിൽവേ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു ട്രെയിനുകളുണ്ടല്ലോ, അതിൽ നമുക്കിങ്ങനെ കയറിയിരുന്ന് പോകാൻ പറ്റും, റൈഡ് പോലെ. അപ്പോൾ അതിന് ടോക്കൺ എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് തണുപ്പൊന്നുമില്ല, കണ്ടില്ലേ, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും കൺമണിയിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ഇതൊക്കെ കണ്ടപ്പോൾ. ട്രെയിനൊക്കെ ഇത്രയും കുഞ്ഞു ട്രെയിൻ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അമ്മ പക്ഷേ വന്നപ്പോൾ തൊട്ട് ഇത്രയും ചെറിയൊരു സാധനമായിട്ട് പോലും കാലുവേദന ആയതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് നമുക്കത് മനസ്സിലാവണം. ഇപ്പം മനസ്സിലാവില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പോൾ അമ്മ ആണെങ്കിൽ കണ്ടപ്പോൾ തൊട്ട് എന്നോട്, മോളെ എനിക്ക് പേടിയാണ്, ഞാൻ കയറുന്നില്ല, കാലെങ്ങനെ വെക്കണ്ടേ, തറ ചവിട്ടണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. മോനെയും കൊണ്ടും നമ്മൾ പണ്ട് നമ്മുടെ അമ്മയോടും അച്ഛനോടും അമ്മ എനിക്ക് പേടിയാന്ന് പറയുന്ന പോലെ തിരിച്ചിപ്പം അമ്മ എന്നോട് എനിക്ക് പേടിയാ മോളെ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്ത് തരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഓരോന്നിട്ട് അമ്മ ഇത് ഇത്രയേ ഉള്ളൂ, കണ്ടോ അവരിയ്ക്കുന്ന കണ്ടോ, കാലിങ്ങനെ വെക്കുന്നത്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം കൺവിൻസ് ചെയ്ത് അങ്ങനെ ലൈൻ അമ്മ കയറി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അമ്മ ഇല്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പോഴും മുഖം കണ്ടാൽ അറിയാം പേടിയാന്ന്. പിന്നെയും ചോദിക്കുമോ, കുഴപ്പമില്ലല്ലോ അല്ലേ, ഞാൻ കയറട്ടെ എന്നൊക്കെ ചോദിച്ച് നിൽക്കുക. അങ്ങനെ എന്തായാലും നമ്മൾ ലൈനിൽ നിന്ന് ഓരോരുത്തരും പോകുന്ന ഇങ്ങനെ കണ്ടു. ഈ ട്രിപ്പ് പോയി എനിക്കൊന്ന് 3 ട്രെയിൻ എങ്ങാണ്ട് ഇതുപോലത്തെ ഉണ്ട്. അവരിങ്ങനെ നമുക്ക് പോകുന്ന വഴിക്ക് അടുത്ത ട്രെയിൻകാരെ കാണാൻ മീറ്റ് ചെയ്യാനുള്ള ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, നമ്മുടെ ടൈമായി. അപ്പോൾ ഇതാണ് ഒരു ട്രെയിൻ. ഇതിൽ ഇത്രയും പേരാട്ടോ, എനിക്കൊന്ന് 15-20 പേരൊക്കെയാണെന്ന് തോന്നുന്നു ഒരു ട്രെയിനിലിരിക്കാൻ. അത്രയും സീറ്റിങ്ങാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് സ്പീഡിലൊന്നും പോകത്തില്ല, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പേടിക്കത്തൊന്നുമില്ല. നമ്മുടെ ട്രെയിൻ പോകുന്ന പോലെ ഭയങ്കര അകത്തിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ലല്ലോ ഇത്ര സ്പീഡിലാണ് പോകുന്നതെന്ന്. ഇത് ഓപ്പൺ ആയിട്ടിരിക്കുവാണെങ്കിലും സ്പീഡൊന്നുമില്ല, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ എന്തായാലും അമ്മ പേടിച്ചു എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അമ്മ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞ് ഞാനും. അങ്ങനെ നമ്മുടെ റൈഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കണ്ടില്ലേ ഈ ഒരു കുഞ്ഞു ട്രെയിൻ, നമുക്ക് എക്സിബിഷൻ പോലെ ഇങ്ങനെ പാർക്ക് പോലെ അകത്തൊരു ചെറിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അത് നമുക്ക് ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ പോയി വന്നിറങ്ങിയതിന് ശേഷം നമുക്ക് കാണാം, അടുത്ത് പോയി ഒന്ന് കാണാം എന്തൊക്കെ പല വെറൈറ്റി ഭംഗിയുള്ള ട്രെയിനുകളൊക്കെ അകത്ത് അവർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, പോകുന്ന വഴിക്ക് നമുക്ക് വേറൊരു ട്രെയിൻ അവരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അകത്തിങ്ങനെ കാട് പോലെ, അതിനകത്ത് ഇങ്ങനെ ട്രെയിൽ പോലെ ഉണ്ടല്ലോ, അത് നമ്മൾ നടക്കാനൊക്കെ പോകുന്നത്. അതേപോലത്തെ അതിനകത്തൂടെ എല്ലാം ഇങ്ങനെ റെയിൽവേ ട്രാക്ക് കൊടുത്തിട്ട് അതേ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ കൂടെ വന്ന് നിന്നപ്പോഴാണ്. നമ്മൾ പറയുന്നത് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നാട്ടിൽ പോയിട്ടും നമ്മളൊരു മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇങ്ങനെ ഇവരെയും കൊണ്ടൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടി ട്രെയിൻ കൊണ്ട് 2 ആൾക്കാർ. ഞാനപ്പോൾ അമ്മയോട് ചോദിച്ചു, മനുഷ്യർ തന്നെയാണോ അതോ വല്ല എന്തെങ്കിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണോ എന്ന്. പക്ഷെ അല്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെന്തോ പുതിയ ട്രെയിനിൻ്റെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്നിട്ട് അവരോട് ബൈ ഒക്കെ പറഞ്ഞു പോരുന്നു. നോക്കുമ്പോൾ കാണാം അവരെന്താ കൂടെ വരുന്നു. കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. ഇവർ 2 ഇതേ പോകുന്ന കണ്ടിട്ട്. പ്രശേട്ടൻ പറയുന്നുണ്ടായിരുന്നു മറ്റേ ലുട്ടാപ്പി പോകുന്ന പോലെ ഉണ്ട്.
പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്കും അങ്ങനെ തോന്നും. കാരണം നമ്മൾ ദൂരെ നിന്ന് വന്നപ്പം ഇത്ര ഒരു ട്രെയിനിൽ എന്തായാലും പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനല്ല. പിന്നെ ഇവർ അനങ്ങാതിരിക്കുന്നുണ്ടപ്പം നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പേടിയൊക്കെ മാറി, അമ്മ ഹാപ്പിയായി. പക്ഷേ അപ്പോഴത്തേനും നമ്മുടെ യാത്ര തീർന്നു. ഇനി നമുക്ക് ഇറങ്ങിയിട്ട് പതുക്കെ ഇറങ്ങാൻ പറ്റും. അമ്മയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാനൊക്കെ ആയിട്ട്. പതുക്കെ ഇറങ്ങി അടുത്ത ആൾക്കാർ കണ്ടില്ല എങ്ങനെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇറങ്ങിയിട്ട് വേണം അടുത്ത ബാച്ചിന് കയറാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ കാണുന്ന സ്ഥലത്തോട്ടൊന്ന് പോയി ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്ന. ആ ട്രെയിനൊക്കെ കണ്ടില്ലേ? കുറേ നേരം ചെറിയ കുട്ടികളെ പോലെ എല്ലാവരും നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. കാരണം അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അവരതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടില്ലേ, എന്ത് രസമാണെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ നമുക്കുണ്ടല്ലോ എവിടെ പോയാലും നമ്മൾ മറ്റുള്ള ആൾക്കാരെയൊക്കെ നോക്കി കണ്ടോ അവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ. പിന്നെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന പേരൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പം ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് വേണം നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്കല്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതൊക്കെ എൻ്റെ അമ്മയുടെ കനേഡിയൻ മെമ്മറീസാണ്. അതൊക്കെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഞാനിങ്ങനെ അമ്മയ്ക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാമല്ലോ, എനിക്ക് അമ്മയും കാണാനും ഒക്കെ ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന എൻ്റെ ഓർമ്മകളാണ്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ. അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.